ഗണപതേ നമഃ. ഓം സരസ്വതി ദേവി നമഃ. ഓം ശ്രീ വാത്മീകി മഹർഷേ നമഃ. ഓം ശ്രീരാമദാസ ശ്രീ ആഞ്ജനേയായ മഹാബലായ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമോ നമഃ. കൂജന്തി രാമ രാമേതി മധുരം മധുരാക്ഷരം ആദഹ്യ കവിതാശകം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതം പാരിജാതം മനുഷ്യവന്യേശ്വരവിസ്വരൂപം പ്രണാമി തുഞ്ചത്തെഴും മാര്യപാദം. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്ധക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീമദ് അധ്യാത്മരാമായണം കളിപ്പാട്ട് 2-ാം അധ്യായം അയോധ്യാകാന്ഡം. ഓം ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. താഴ്മകൾ കൻപുള്ള തത്തേ വരികടോ താമസശീലമകറ്റേണമാശു നീ. ദാമോദരൻ ചരിതാമൃതം ഇന്നിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ. പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിരിനാൻ. ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ. ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരിപുക്ക്. താതനോടും നിജമാതൃജനത്തോടും ധാതുസുതനാം ഗുരുവരൻ തന്നോടും പ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്ന് മഹാരാജാ നായകം പുക്ക്. വന്നിത് സൗഖ്യം ജഗത്തിന്. രാഘവൻ തന്നെ നാനാ ഗുണഗണം കാൺകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുത ഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ വരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രോമതുല്യതയായ ഗൗരിയാമദ്രിസുതയും ആനന്ദവിവശയായി പത്രുപാദപ്രമാണം ചെയ്ത് സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ. നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാദി നളിന ശരഗുരു നാഥൻ നരസഹൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമ്യാവദനൻ നരകാരി നാളീക ബാന്ധവ വംശ സമുദ്ഭവൻ
ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസ വംശവിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദാനന്ദപ്രദൻ പൂമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ വ്യക്തൻ അവ്യക്തൻ അനന്തനാമയൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിതൻ ഭക്തന്തരീശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തന്തിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാ മമ വേണ്ടീല മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്ത് മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവൻ അംഗജനാശന വന്ദിതൻ കേശവൻ അംഗജലീലവൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദളലോല വിലോചനൻ നീലോൽപലാഭൻ നിരുപമൻ നിർമ്മമൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വഞ്ചാമരം കൊണ്ട് പത്നിയാൽ വീജിതനായ അതികോമളൻ ബാലനിശാകര ഭാലദേശേലസംമാലയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നീഭ കൗസ്തുഭ കന്ദരൻ പ്രാലേയ ഭാനുസമാനയാ സമം ലീലയാ താം ഭൂല സർവാണതൈരതി കേവലം വിനോദിച്ചിരുന്നരുളുന്ന നേരം. നാരദ രാഘവ സംവാദം. ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്ത ശരചന്ദ്രതുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ സത്വരം അമ്പരത്തിങ്കൽ നിന്നാദരാത്തത്രൈവ വേഗാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരിമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാചമനീയാർക്യപൂർവകം മാധ്യേന പൂജിതനായോരു നാരദൻ തന്നിയോഗത്താലിരുന്നോരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതേ ദുർലഭം. നിർണയം പണ്ടു ഞാൻ ചെയ്തോരു ഫലോദയം കൊണ്ട് കാൺമാനവകാശവും വന്നിത് പുണ്ടരീകോദ്ഭവപുത്ര മഹാമുനി. എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോനിധേ. എന്നാൽ ഇനി എന്ത് കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചിരുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം.
മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പേപ്പനെല്ലാമേ. ഇത്തമാകർണ്യരഘുവരൻ തന്നോട് മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസം അരുൾ ചെയ്തു. എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന് നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ. മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങളാലൊന്നും ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്ന് ലോകേശാം ചൊന്നത് സത്യമത്രേ ദിടം. സർവജഗത്തിനും കാരണഭൂതനായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നത് നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും. നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്ന് ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നവത്യം പുനരാകയാലൊക്കും പറഞ്ഞത് സംസാരി എന്നതും. ഇക്കണ്ട ലോക ജന്തുക്കൾക്ക് സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലലക്താസീതവർണ വർണ്ണഭേദം കൊണ്ട് സത്വരജസ്തമോ നാമ ഗുണത്രയ യുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തം അതിനില്ല സംശയം. പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിന് ഭാവഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും. നാരായണൻ നീരമാദേവി ജാനകിമാരാരിയും നീയുമാദേവി ജാനകിയും സാരസ സംഭവനായതും നീ തവ ഭാരതി ദേവിയാകുന്നതും ജാനകിയും. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീരോഹിണി ജാനകി ആദിദേ ആദിവൻ നീ ശജി ജാനകി ജാതവേദസ് നീ സ്വഹാ മഹേസുതാം. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി രശോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സംഭൽക്കരി സീതാ രാജരാജൻ നീ വസുന്ധരാ ജാനകി. രാജപ്രവരകുമാരാ രഘുപതി രാജീവലോചന രാമാദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സ്വർണദ്രുമം നീലദാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിതേ. യാതൊന്ന് പുല്ലിംഗവാചകം വേദാന്ത വേദ്യ സത്സർവമേ. ചേതോ വിമോഹനം സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും. നിങ്ങളിരുവരുമൊന്നെന്നിയേ മറ്റൊന്നും എങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളുവോ ജഗൽപദേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനമാ വാക്യകൃതമായതും. പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വം എന്നതിങ്കൽ നീയുണ്ടായി സൂത്രവും. സർവാത്മാകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ.
പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ പ്രാണൻ ഇന്ദ്രിയ ജാല സംയുക്തം ആയോന്നല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവൻ എന്ന് ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതാനാദ്യ വിദ്യാക്കയെ ചൊല്ലുന്ന കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യോന്യനാം പരൻ തദ്യുക്തൻ വിഭൂ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനാകുന്ന നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻ കളിയാകുന്നതൊക്കെ ഓർക്കുംവിധോ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം. നാരായണ നരകാരേ നരാധിപ ജീവനും രഞ്ജവുമിങ്കൽ സമർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ. തൊൽക്കഥാ നാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും തൊൽപാദപങ്കജ ഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലോരു സംശയം. ഭക്തഭൃത്യഭൃത്യന്മാരിലേകൻ എന്നൽപജ്ഞാനമെന്നെയും കരുതേണമേ. ത്വദ്ഭക്തഭൃത്യഭൃത്യന്മാരിൽ ഏകനെന്നൽപജ്ഞനാമെന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമേ. ത്വന്നാവിപങ്കജത്തിങ്കൽ നിന്നേകഥാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോ എന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണ് നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദബാഷ്പരിപ്ലൂതനേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തത് കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരും പെട്ടിരിക്കുന്നിത്. നീയും അതിനനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും മമ പിന്നെ ദശമുഖനെ കൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോട് സത്വരം ചെന്ന് പറകെന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നത് കേട്ടതിനുത്തരമായി അരുൾ ചെയ്തു രാഘവൻ. സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടായേകതുമൂലം കാലവിളംബനമെന്തിനെന്നല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവാൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരാബ്ധ കർമ്മ ഫലൗകക്ഷയം വരുന്നേരത്തൊഴിഞ്ഞ്
മാറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസം എന്നാരും അറിയാതിരിക്കയും ഇല്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ, നാളീകലോചനൻ പാദങ്ങൾ തന്നാണെ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാദൂതനാന്വയനാശം വരുത്തുവൻ. സത്യം ഇതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന. നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്ത് വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യൻ മുക്തി ലഭിക്കും, അതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശ്രീരാമാഭിഷേകാരംഭം. ഓം പൂർവം രാമതപോവനാഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹിഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പഞ്ചാൽ രാവണ കുംഭകർണ നിദാനം വേദേഹ്യ രാമായണം ഹരിം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ.